രാഷ്ട്രീയമായി ഞങ്ങൾക്ക് ഏതെങ്കിലും ശത്രു ഉണ്ടെങ്കിൽ അത് BJP മാത്രമാണ്. നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരൊക്കെ ഈ പാർട്ടിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. തീർത്തും മതരാഷ്ട്രവാദം മതി എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അതിലുള്ള ആളുകൾ വെൽഫെയർ പാർട്ടിയിലേക്ക് വരുമ്പോൾ അതിനൊന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത്? ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഈ ഒരു വർക്ക്, ഈ ഒരു പ്രസ്താവന, ഈ ഒരു സമീപനം കേരളത്തിൻ്റെ സോഷ്യൽ ഫ്രെയിമിനെ തകർക്കുന്നതാണ് എന്ന് ആർക്കും പറയാൻ കഴിയുന്നില്ല. ഞങ്ങൾ LDF തകരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരല്ല. CPM വിരുദ്ധത നമുക്ക് മനസ്സിലാക്കാൻ പുറത്ത് നിന്ന് കാണുന്ന ഒരാളെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ കഴിയുന്നുള്ളൂ. അതിലെന്താണ് മറുപടി? അല്ല, അത് നിങ്ങൾ കേരളത്തിലെ CPMന്റെ നയവ്യതിയാനങ്ങളെ കൂടി വിശകലനത്തിന് വിധേയമാക്കുമ്പോഴാണ് അതിന്റെ കാരണങ്ങളിലേക്ക് എത്താൻ സാധിക്കുക. CPMന്റെ മതനിരപേക്ഷതയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്? CPMന്റെ മതനിരപേക്ഷത CPM തിരിച്ചുപിടിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ LDFുമായി ധാരണയിൽ നിരവധി സ്ഥലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും ഭരണത്തിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ UDFനെ നമ്മൾ വോട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം UDFന്റെ പൊളിറ്റിക്കൽ ലൈനിൽ നിന്നുകൊണ്ടല്ല, അല്ലെങ്കിൽ പൊളിറ്റിക്സിനെ മുഴുവൻ അംഗീകരിച്ചുകൊണ്ടല്ല. LDFന് ഞങ്ങൾ വോട്ട് ചെയ്ത ഘട്ടത്തിലും ഞങ്ങൾ അങ്ങനെ LDFന്റെ മുഴുവൻ രാഷ്ട്രീയ നിലപാടുകളും അംഗീകരിച്ചുകൊണ്ടല്ല. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരിയാണ്. വെൽക്കം. ഈ 2026 തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പം നിൽക്കാനുള്ള ഒരു തീരുമാനം എന്തായിരുന്നു? ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന്റെ അനുകൂലമായാണ് വോട്ട് രേഖപ്പെടുത്തുകയും പിന്തുണക്കുകയും ചെയ്തത്. കഴിഞ്ഞ 10 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തെ വിലയിരുത്തിയും പ്രത്യേകിച്ചും ആ ഭരണകാലത്തുണ്ടായ പല സമീപനങ്ങളെയും വിലയിരുത്തിക്കൊണ്ടാണ് ആ തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തിയത്. ഏറ്റവും സവിശേഷമായി വിലയിരുത്തിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിൽ വലിയ അളവിൽ BJP ശക്തി പ്രാപിക്കുകയും അവരുടെ ഒരു വിദ്വേഷ പ്രചരണം വലിയ അളവിൽ നടക്കുകയും ചെയ്ത കുറേ വർഷങ്ങളാണ് കടന്നുപോയത്. ഇസ്ലാമോഫോബിയയും മുസ്ലിം വംശീയതയും ഒക്കെ വല്ലാതെ പ്രചരിപ്പിക്കുകയും അതിൻ്റെയൊക്കെ അർത്ഥത്തിൽ വലിയ അളവിൽ കേരളത്തിൽ ഉൾപ്പെടെ അത്തരം വിദ്വേഷ പ്രചരണങ്ങൾ നടക്കുകയൊക്കെ ചെയ്തൊരു കാലമാണ് കഴിഞ്ഞുപോയത്. അതിൽ ചില സമുദായ നേതാക്കന്മാർ പല രീതിയിൽ അത്തരം വിദ്വേഷ പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. പല രീതിയിലുള്ള സംഘർഷങ്ങളും അകൽച്ചകളും വിവിധ സമുദായങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ പലരും ശ്രമിച്ചു. അത്തരം ഘട്ടങ്ങളിലൊക്കെ ഗവൺമെൻറ് നിർവഹിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അതിനെതിരായൊരു സമീപനം സ്വീകരിക്കുക എന്നതാണ്. പക്ഷെ അതിനു പകരം അതിനെ പ്രോത്സാഹിപ്പിക്കുകയോ പിന്തുണക്കുകയോ ചെയ്യുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ആഭ്യന്തര വകുപ്പ് വിശേഷിച്ചും അതിൽ ചില ആ രീതിയിലുള്ള ഇടപെടലൊക്കെ ആ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതുകൊണ്ട് തന്നെ സംഘപരിവാറും അതിൻ്റെ ആ ആശയങ്ങളും കേരളത്തിൽ ശക്തിപ്പെട്ടു വരികയും അത് LDFനെ അല്ലെങ്കിൽ CPMനെ കൂടി സ്വാധീനിക്കുന്ന രൂപത്തിൽ മാറുന്നുണ്ട് എന്ന വിലയിരുത്തലാണ് പൊതുവിൽ കേരളം നടത്തിയത്. ഇടതുപക്ഷത്തെ പിന്തുണച്ചിരുന്ന സാംസ്കാരിക പ്രവർത്തകർ, ബുദ്ധിജീവികൾ, മറ്റു ചില വ്യക്തിത്വങ്ങളൊക്കെ അത്തരം ചില പരാമർശങ്ങളൊക്കെ നടത്തിയത് കാണാൻ സാധിക്കും. അപ്പോൾ പൊതുവിൽ കഴിഞ്ഞ 10 വർഷത്തെ ഇടതുഭരണത്തെ വിലയിരുത്തുന്നതോടൊപ്പം ഒരു തുടർഭരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കേരളത്തിലെ ഇടതുപക്ഷത്തെ തന്നെ തകർക്കും എന്നാണ് ഞങ്ങൾ വിലയിരുത്തിയത്. പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മറ്റ് പല സംസ്ഥാനങ്ങളിലുമൊക്കെ BJP ശക്തിപ്പെട്ടു വന്നത് അവിടെയുള്ള മതനിരപേക്ഷ കക്ഷികളെ പല രീതിയിൽ ദുർബലപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ അതിൽ ആ ഒരു രീതിയിൽ കേരളത്തെയും സ്വാധീനിക്കാൻ വേണ്ടി BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ BJPയുടെ ആ തന്ത്രത്തെ പരാജയപ്പെടുത്താൻ ഇവിടെയുള്ള മതനിരപേക്ഷ ചേരികൾ ശക്തമായി നിലകൊള്ളണം. അതോടൊപ്പം തന്നെ ഈ വംശീയ വിദ്വേഷ പ്രചരണങ്ങൾ കരുതി വരണം. ഇങ്ങനെയൊക്കെ ഉള്ള ചില നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് LDFന് പിന്തുണ പ്രഖ്യാപിച്ചത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തെ വിലയിരുത്തി UDFന് പിന്തുണ പ്രഖ്യാപിച്ചത്. അതെ, UDFന് പിന്തുണ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണം വിലയിരുത്തിയാൽ ഇവിടെയുള്ള സിവിൽ മൂവ്മെൻറ്റുകളെയോ ജനകീയ സമരങ്ങളെയോ ജനകീയ പ്രക്ഷോഭങ്ങളെയോ ഒന്നും അവർ പരിഗണിച്ചിട്ടില്ല. വിശേഷിച്ചും അവസാനത്തെ 5 വർഷം പല കാര്യങ്ങളും നമുക്കതിൽ വിലയിരുത്താൻ കഴിയുന്ന പല സംഭവങ്ങളുമുണ്ട്. സൂക്ഷ്മമായ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നതായിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു രീതിയിൽ ഇടത് ഭരണം മുന്നോട്ട് പോകുമ്പോൾ അതിന് ഇനിയും ഒരു തുടർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന ആ ലൈൻ തന്നെ ഇല്ലാതാകുകയും അത് ആ വഴിയിൽ ഇവിടുത്തെ മതനിരപേക്ഷ ചേരി ദുർബലപ്പെടുകയും അത് ആ ഒരു തന്ത്രം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് BJP കടന്നു വരികയും ചെയ്യും എന്നൊരു നിഗമനം
എന്നല്ല, പല ഡീലുകളും അവർക്കിടയിൽ ഉണ്ട് എന്ന സംശയവും പൊതുവെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഡാറ്റ വെച്ചുകൊണ്ടുള്ള വിശകലനങ്ങൾ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ തന്നെ പിന്നീട് ചിലർ നടത്തിയിട്ടുണ്ട്. അത്തരം ഡീലുകളും മറ്റൊക്കെ ഉണ്ടായി വരികയും കേരളത്തിലെ മതനിരപേക്ഷ ചേരിയെ ദുർബലപ്പെടുത്താൻ BJP തന്ത്രം പയറ്റുന്നു എന്ന വിലയിരുത്തൽ കൂടി മുമ്പിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ UDFന് പിന്തുണ നൽകുവാൻ വേണ്ടി തീരുമാനിച്ചത്. ഞാനിപ്പോൾ ചോദിക്കുന്നത് ശരിയാണ്, വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ച് BJPയും RSSും അല്ലെ സംഘപരിവാർ അജണ്ടകൾ എതിർക്കുക എന്നുള്ളത് തന്നെയാണല്ലേ. പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് LDFനെ തോൽപ്പിക്കുക എന്നുള്ളത് മാത്രമാണോ ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കോർ കാരണം എന്ന് പറയുന്നത്? അതെ, LDFന്റെ ഒരു ഭരണ തുടർച്ച ഇനി LDFനെ തന്നെ തകർക്കും. ഉദാഹരണമായി LDFനെ തകർക്കാൻ അല്ലെങ്കിൽ LDFനെ നന്നാക്കാനുള്ള ആളുകളായിരിക്കണം. LDFന്റെ തുടർഭരണം LDFനെ തന്നെ തകർക്കും. ഇത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമില്ല. ഇപ്പോൾ സച്ചിദാനന്ദൻ മാഷ് ആ ഒരു നിരീക്ഷണം മുന്നോട്ട് വെച്ചു. തുടർഭരണം കേരളത്തിന് ആവശ്യമുണ്ടോ ഇല്ലേ എന്ന ചർച്ചയിൽ അദ്ദേഹം ഇടപെട്ടുകൊണ്ട് പറഞ്ഞത് ഒരു തുടർഭരണം ഇടതുപക്ഷ സമീപനങ്ങളെ തന്നെ തകർക്കുമെന്ന നിലക്കാണ്. ഇപ്പോൾ സാറ ടീച്ചർ ആ രീതിയിലുള്ള ചില സമീപനങ്ങൾ മുന്നോട്ട് വെച്ചത് കാണാം. ഇപ്പോൾ മാർ ഗ്രിഗോറിയസ് നമുക്കറിയാം. ആ നറേഷൻ എനിക്ക് മനസ്സിലാവും. ഇപ്പം LDFന്റെ ഒരു പതനം ആഗ്രഹിക്കാത്ത, LDFനെ തിരുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ അത് പറയുന്നുണ്ടാവാം. പക്ഷേ ഞാൻ ചോദിക്കുന്നത് വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ച് LDFനെ തകർക്കുമെന്നുള്ളതിന് LDFനെ സംരക്ഷിക്കാൻ UDFനൊപ്പം ചേരേണ്ട കാര്യമില്ലല്ലോ. അല്ല, ഞങ്ങൾ LDF തകരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരല്ല. എന്ന് മാത്രമല്ല, കേരളത്തിലെ മതനിരപേക്ഷ കക്ഷികൾ തകരരുത് എന്നതാണ് ഞങ്ങളുടെ ഉറച്ച അഭിപ്രായം. അത് LDFും UDFും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ, വെസ്റ്റ് ബംഗാളിൽ എങ്ങനെയാണ് BJP ശക്തി മുറുക്കൽ ആരംഭിച്ചത്, അവിടെ ഒരു ബദൽ ചേരി എന്ന നിലക്ക് മമതാ ബാനർജിയുടെ ഒരു മുന്നേറ്റം ഉള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നു. അധികാരത്തിലേക്ക് BJPക്ക് എത്താൻ സാധിച്ചില്ല എന്നത് ശരിയാണ്. ത്രിപുരയിൽ സംഭവിച്ചത് നമുക്കറിയാം. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും, ഇപ്പോൾ ബീഹാറിൽ സമ്പൂർണ്ണമായി BJPയുടെ കയ്യിലേക്ക് പോയി. ഇന്ത്യയിലെ ജാതി രാഷ്ട്രീയത്തെയും പിന്നോക്ക രാഷ്ട്രീയത്തെയൊക്കെ പിന്തുണച്ച വ്യക്തിത്വങ്ങളുടെ കൈകളിൽ നിന്നും പാർട്ടികളുടെ കൈകളിൽ നിന്നും സമ്പൂർണ്ണമായി BJP പിടിച്ചെടുക്കുകയാണ് പല സംസ്ഥാനങ്ങളും. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, കേരളത്തിൽ വീണ്ടും ഒരു ഇടത് തുടർഭരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടുത്തെ മതനിരപേക്ഷ ചേരികൾ തകരും. അത് CPM ഉൾപ്പെടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവർക്കിടയിൽ സംഭവിച്ച പല വിഷയങ്ങളും. LDFന്റെ മതനിരപേക്ഷത അല്ലെ CPMന്റെ മതനിരപേക്ഷതയെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്? CPMന്റെ മതനിരപേക്ഷത CPM തിരിച്ചുപിടിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്ന് പറഞ്ഞാൽ CPM പല ഘട്ടങ്ങളിലും ഞങ്ങളുമായി സഹകരിച്ച ഘട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ CPM കുറേ കാലമായി പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കും. പിന്നെ ഉദാഹരണമായി കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഇന്ത്യയിൽ പല രൂപത്തിൽ കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ CPM മത്സരിച്ചിട്ടുണ്ട്. കേരളത്തിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചതിനെക്കുറിച്ച് അതിൻ്റെ സമുന്നതനായ CPM നേതാവ് പറഞ്ഞു അത് തീവ്രവാദികളുടെയും വർഗീയവാദികളുടെയും വോട്ട് കൊണ്ടാണ് എന്ന്. തങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ അവർ തീവ്രവാദികളാണ്. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഘട്ടത്തിൽ അവർ നടത്തിയ പ്രസ്താവന നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരിക്കും. ഒരു മന്ത്രി കാസർഗോഡും മലപ്പുറത്തും ജയിച്ചവരുടെ മതം നോക്കും. ഇതുതന്നെയല്ലേ BJP കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പലയിടത്തും പ്രചരിപ്പിച്ചത്? ആരാണ് ഇതുവരെ MLA ആയത് ഗുരുവായൂരിൽ? ഇങ്ങനെയുള്ള ഒരുപാട് പ്രചരണങ്ങൾ BJP ഏറ്റെടുത്ത് പിന്നീട് നടത്തുന്നത് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ വലിയ അളവിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വോട്ട് നേടാൻ കഴിയുമെന്ന ഒരു ലക്ഷ്യത്തോടുകൂടെ BJP ഉയർത്തിയിരിക്കുന്ന നരേറ്റീവുകളെ പല ഘട്ടങ്ങളിൽ പല രീതിയിൽ CPM ഏറ്റെടുത്തത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത് വലിയ അപകടത്തിലേക്കാണ് കേരളീയ സാമൂഹ്യ മണ്ഡലത്തെ നയിക്കുക. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കാൻ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആ വഴിയിൽ അതിന് വലിയ പിന്തുണ നൽകുന്ന വിധം CPM കൂടി ശ്രമിച്ചാൽ പിന്നീട് ഈ സാമൂഹ്യ സൗഹാർദ്ദ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാകുകയില്ല. അപ്പം ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്ന CPM നിലപാട് തിരുത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നിലപാടിൽ നിന്ന് കൊണ്ടുതന്നെയാണ് ഞങ്ങൾ CPMനെതിരെ UDFനെ പിന്തുണക്കാൻ തീരുമാനിച്ചത്. വെൽഫെയർ പാർട്ടിയുടെ ഒരു യാത്ര അല്ലേ 2011 മുതൽ ഇന്ന് ഞങ്ങളുടെ 15ാം
ഞങ്ങൾ രൂപീകരിച്ച് 15 വർഷം, അതായത് 11-11-11 2011 വെൽഫെയർ പാർട്ടി രൂപീകൃതമാണ്. ഈ വെൽഫെയർ പാർട്ടി രൂപീകൃതമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമൊക്കെ നമുക്കറിയാം. CPM-നൊപ്പമുള്ള ഒരു യാത്ര കുറച്ചു കാലം നിങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. അതിനുശേഷം എവിടെ മുതലാണ് ഈ ഇടതുപക്ഷത്തോടുള്ള ഈ നിശ്ചിതമായ അല്ലെങ്കിൽ എന്താ പറയാ അവരോടൊരു ശത്രുത എന്ന രീതിയിൽ, ഇടതുപക്ഷ വൈരാഗ്യം എന്ന രീതിയിൽ തോന്നി തുടങ്ങിയത്? അല്ല, ഞങ്ങൾ സ്വതന്ത്രമായ ഒരു രാഷ്ട്രീയ പാർട്ടി നമുക്ക് രൂപം കൊണ്ടതാണ്. ഇടതുപക്ഷത്തോ മുന്നണി രാഷ്ട്രീയത്തിലോ പ്രവേശിക്കാതെ ഈ രണ്ട് മുന്നണികളുടെയും അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പോരായ്മകളെ വിലയിരുത്തിക്കൊണ്ട് അതിനെ പരിഹരിക്കാൻ കഴിയുന്ന സാമൂഹ്യനീതിയുടെ ഒരു പുതിയ രാഷ്ട്രീയത്തെ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്ന ഉദ്ദേശത്തോടുകൂടെ തന്നെ ഇന്ത്യയിൽ രൂപം കൊണ്ട ഒരു പാർട്ടിയാണ്. കഴിഞ്ഞ 15 വർഷത്തോളമായി ഞങ്ങളുടെ ഒരു മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞങ്ങൾ കൃത്യമായി ഉന്നയിച്ചത് സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയം എന്നൊരു കാഴ്ചപ്പാടാണ്. അഥവാ നീതി നിഷേധിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ ശാക്തീകരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2015 ഞങ്ങൾ ആദ്യ പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ LDF-മായി ധാരണയിൽ നിരവധി സ്ഥലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലും ഭരണത്തിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഘട്ടങ്ങളിൽ ഞങ്ങൾ പല ധാരണകളും നീക്കുപോക്കുകളും ഒക്കെ LDF-മായി ഉണ്ടാക്കിയിട്ടുണ്ട്. പറഞ്ഞതിൻ്റെ അർത്ഥം ഇടതുപക്ഷത്തിൻ്റെ ഒരു ഘടകകക്ഷി എന്ന നിലക്കല്ല അന്നും ഞങ്ങൾ പ്രവർത്തിച്ചത്. അതിൽ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ധാരണകളുണ്ടായിരുന്നു. 2019 പൊതു തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇന്ത്യയിൽ സംഘപരിവാർ അധികാരത്തിലെത്തി. ആ സംഘപരിവാർ ശക്തികളെ താഴെയിറക്കാൻ വിശാലമായ ഒരു രാഷ്ട്രീയം ഉണ്ടായി വരണം എന്ന് ഞങ്ങളുടെ പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ തന്നെ തീരുമാനിച്ചു. ആ ഘട്ടത്തിൽ ഞങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ വളരെ വിശദമായി ചർച്ചകൾക്ക് വേണ്ടി കണ്ടിരുന്നു. ഞാനും ചില ചർച്ചകളിലൊക്കെ പങ്കെടുത്തിരുന്നു. CPM നേതാക്കളെ കണ്ടിരുന്നു, CPI നേതാക്കളെ കണ്ടിരുന്നു, കോൺഗ്രസ് നേതാക്കളെ കണ്ടിരുന്നു, അഖിലേഷ് യാദവിനെ പോലെയുള്ള പല ലീഡേഴ്സിനെയും ഞങ്ങൾ കണ്ട് സംസാരിച്ചിരുന്നു. അവിടെയൊക്കെ ഞങ്ങൾ മുന്നോട്ട് വെച്ചത് 2014 അധികാരത്തിൽ വന്ന് വീണ്ടും 2019 ഇലക്ഷനിൽ അവർ അധികാരത്തിൽ വരരുത്. ഇത് കേവലമായൊരു രാഷ്ട്രീയ മാറ്റം മാത്രമല്ല, ഒരു പാർട്ടി മാറി വേറൊരു പാർട്ടി ഭരിക്കുക എന്നതല്ല, ഇന്ത്യ തന്നെ ഇല്ലാതാകുന്ന ഒരു വലിയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്ന രീതിയിൽ ഭരണഘടനയെയും ഇന്ത്യയുടെ സംസ്കാരത്തെയും മതനിരപേക്ഷ പാരമ്പര്യത്തെയും ഒക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനെ താഴെ ഇറക്കാൻ വേണ്ടി വിശാലമായ കൂട്ടായ്മ രൂപപ്പെടണം. ഞങ്ങൾ അന്ന് മുതൽ ശ്രമിച്ചതാണ്. പക്ഷേ അന്ന് ഞങ്ങളുടേതായ ശക്തിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ശ്രമിച്ചു. പക്ഷെ അന്ന് അത്തരം ഒരു കൂട്ടായ്മ ഉണ്ടായി വന്നില്ല. ആ ഘട്ടത്തിൽ ഞങ്ങൾ തീരുമാനിച്ചു ഇന്ത്യയിൽ അത്തരം ഒരു കൂട്ടായ്മക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്നത് കോൺഗ്രസ്സിനാണ്. അപ്പോൾ ഞങ്ങൾ കേരളത്തിൽ UDF-നെ പിന്തുണക്കാനുണ്ടായ കാരണം അതാണ്. ഇന്ത്യയിൽ ഞങ്ങൾ പൊതുവിലന്ന് കോൺഗ്രസിനെയും കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന പാർട്ടികളെയൊക്കെയാണ് പിന്തുണച്ചത്. കേരളത്തിന് പുറത്ത് ഏറെക്കുറെ അത് CPM-ഉം കോൺഗ്രസും മറ്റു പലയിടങ്ങളിലും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് അവർ മുന്നോട്ട് പോയത്. യഥാർത്ഥത്തിൽ അന്ന് മുതലാണ് ഞങ്ങളെ വലിയ ശത്രുതയോടുകൂടെ CPM നോക്കിക്കാണാൻ തുടങ്ങിയത്. ചോദ്യം തിരിച്ചാണ്, എങ്ങനെയാണ് CPM-നോട് ഇത്ര ഒരു ശത്രു എന്ന നിലയിൽ ഒരു പക്ഷത്ത് നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ പിണറായി സർക്കാരിനെതിരെ അല്ലെങ്കിൽ CPM-നെതിരെ ഒരു ആരോപണം, അല്ലെങ്കിൽ CPM-നെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വെൽഫെയർ പാർട്ടിക്ക് ഉണ്ടാവുന്നത്? അല്ല, അതിനുശേഷം CPM-ന്റെ തന്നെ ഒരു നയംമാറ്റം നിങ്ങൾ വിലയിരുത്തി നോക്കും. ഉദാഹരണമായിട്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കേരളത്തിലെ CPM, അഖിലേന്ത്യാ CPM അങ്ങനെയാണെന്ന് നമുക്ക് അഭിപ്രായമില്ല. കേരളത്തിലെ CPM-ന്റെ ഒരു ലൈൻ നിങ്ങൾ സൂക്ഷ്മ വിശകലനത്തിന് വിധേയമാക്കി നോക്കൂ. ഏത് ലൈനിലാണ് അവർ സഞ്ചരിക്കുന്നത്? അഖിലേന്ത്യാ CPM-ന്റെ ലൈനിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമായ സ്വഭാവത്തിലാണ് കേരളത്തിലെ CPM സഞ്ചരിക്കുന്നത് എന്നതിൽ നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഒരുപാട് അനുഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ശത്രുതയും ഒന്നും പ്രത്യേകിച്ചില്ല. പ്രത്യേകിച്ച് മതനിരപേക്ഷ പാർട്ടികളോട് സഹകരണാത്മകമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. രാഷ്ട്രീയമായി ഞങ്ങൾക്ക് ഏതെങ്കിലും ശത്രു ഉണ്ടെങ്കിൽ അത് BJP മാത്രമാണ്. ഞങ്ങളോടുള്ള മാത്രം ശത്രുവല്ല, ഇന്ത്യയുടെ തന്നെ ഒരു ശത്രുത എന്നല്ല ഞാൻ പറയുന്നത്. ഒരു വംശീയ പാർട്ടിയാണ്. ഒരു മതനിരപേക്ഷ ചേരിയായ ഇന്ത്യയിലെ മതനിരപേക്ഷ സംസ്കാരത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ്, ഒരു വംശീയ പാർട്ടിയാണ്. ഞങ്ങൾക്കൊരിക്കലും സഹകരിക്കാൻ കഴിയാത്ത ഒരു മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾക്കും സഹകരിക്കാൻ കഴിയാത്ത ഒരു പാർട്ടി എന്ന നിലക്ക് തന്നെയാണ് ഞങ്ങൾ BJP-യെയും സംഘപരിവാർ പാർട്ടികളെയും കാണുന്നത്.
മറ്റു പാർട്ടികളോടൊന്നും ഞങ്ങൾക്ക് അന്ധമായ വിരോധമോ മറ്റോ ഇല്ല എന്ന് മാത്രമല്ല. പക്ഷെ സമീപകാലങ്ങളിലുള്ള വെൽഫെയർ പാർട്ടിയുടെ അല്ലെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ ഒരു ലൈൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് CPM അന്ധമായ CPM വിരുദ്ധത നമുക്ക് മനസ്സിലാക്കാൻ പുറത്ത് നിന്ന് കാണുന്ന ഒരാളെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ കഴിയുന്നുള്ളൂ. അതിലെന്താണ് മറുപടി? അല്ല, അത് നിങ്ങൾ കേരളത്തിലെ CPM നയവ്യതിയാനങ്ങളെ കൂടി വിശകലനത്തിന് വിധേയമാക്കുമ്പോഴാണ് അതിൻ്റെ കാരണങ്ങളിലേക്ക് എത്താൻ സാധിക്കുക. ഇപ്പോൾ കേരളത്തിന് പുറത്ത് വാളയാറിനപ്പുറം ഇപ്പം ഞങ്ങൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഇലക്ഷൻ നടത്തുകയാണ്. ഞങ്ങൾ അവിടെ ഇപ്പോൾ മത്സരിക്കുന്നില്ല. അതേസമയം ഞങ്ങൾ അവിടെ DMK മുന്നണിയെ പിന്തുണച്ചുകൊണ്ടാണ് രംഗത്തുള്ളത്. ഇപ്പോൾ MP മാർ പല കേരളത്തിന് പുറത്തുള്ള MP മാരിൽ CPM MP മാരെ ഞങ്ങൾ കൂടി പിന്തുണച്ചും വർക്ക് ചെയ്തും വിജയിപ്പിച്ചതാണ്. എന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ സഹകരണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അഖിലേന്ത്യാ CPM ലൈനിൽ നിന്ന് കേരള CPM മാറുകയും പ്രത്യേകിച്ചും കേരളത്തിലെ വിദ്വേഷ പ്രചരണത്തിൻ്റെയും പ്രചാരകരുടെയും കൂടെ നിൽക്കുകയും ചെയ്തൊരു ലൈൻ CPM സ്വീകരിച്ചിരിക്കുന്നു. അത് തിരുത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ആ ലൈനിൽ നിന്നുകൊണ്ടുള്ള വിയോജിപ്പുകൾ CPM-ആയിട്ട് നമുക്കുണ്ട്. ആ രാഷ്ട്രീയ വിയോജിപ്പുകൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ CPM-നെതിരെ നിലപാടെടുക്കുവാനുള്ള. ഞാൻ ഇങ്ങനെ ചോദിക്കാൻ കാരണം 2011 ഒരു ചാനലിന്റെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് അന്നത്തെ അമീർ, ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ഒരു ക്ലാസ് എടുക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇടതുപക്ഷമാണ്, ആഗോളതലത്തിലായാലും അല്ലാതെ ആയാലും ഇടതുപക്ഷമാണ് ഏറ്റവും വലിയ സാമ്രാജ്യ വിരുദ്ധ ശക്തികൾക്കെതിരെ ഏറ്റവും ശക്തമായി പോരാടുന്നത് ഇടതുപക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രസ്താവന നിൽക്കുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, എവിടെയാണ് പിന്നെ ഈ ഇടർച്ച നിങ്ങൾക്ക് തോന്നുന്നത്? നമുക്കാർക്കും മനസ്സിലാവാത്തൊരു ഇടർച്ച എവിടെയാണ് ഉണ്ടായത്? അല്ല, അതിൽ ഞങ്ങൾ ചോദിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിന് യഥാർത്ഥ ഇടതുപക്ഷമായി കേരളത്തിലെ CPM നേതൃത്വം കൊടുക്കുന്ന LDF നിലകൊള്ളുന്നുണ്ടോ? ഈ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇത് ഞങ്ങൾ മാത്രം ചോദിക്കുന്ന ചോദ്യമല്ല. ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്ന സാംസ്കാരിക പ്രവർത്തകരും ബുദ്ധിജീവികളുമൊക്കെ ഉയർത്തിയ ഒരു ക്വസ്റ്റ്യനാണിത്. നിങ്ങൾ കാണുന്ന യഥാർത്ഥ ഇടതുപക്ഷം എന്താ? ഞങ്ങൾ ഉദാഹരണമായി ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന, ഇവിടുത്തെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന, വിവിധ ജനവിഭാഗങ്ങളുടെ നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ കഴിയുന്ന ഒരു മുന്നേറ്റത്തെയാണ് സാധാരണയായി ഇടതുപക്ഷം എന്ന് പറയുന്നത്. അതായത് ഒരു പാർട്ടിയുടെ പേരല്ലല്ലോ ഇടതുപക്ഷം എന്ന് പറയുന്നത്. ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ ഒരു സാമൂഹ്യ നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൻ്റെ പേരാണ്. അത് കേരളത്തിലെ ഏതെങ്കിലും ഒരു പാർട്ടിയുടേതോ ഒരു മൂവ്മെൻറ്റിൻ്റെയോ മാത്രം പേരല്ല, ലോകാടിസ്ഥാനത്തിലും അതിൻ്റെ വിലയിരുത്തലുകളൊക്കെ നടത്തുമ്പോൾ. അപ്പോൾ അതിൽ അത്തരം ചില വിഷയങ്ങൾ നമുക്ക് ചർച്ചക്കെടുക്കാം. ഉദാഹരണമായി കേരളത്തിലെ സംവരണവുമായി ബന്ധപ്പെട്ട വിഷയം നമ്മത്തിൽ എന്താണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട്? സാമ്പത്തിക സംവരണം ഇവിടെ BJP നടപ്പിലാക്കുന്നു. ആ BJP നടപ്പിലാക്കുമ്പോൾ അതേ ആവേശത്തിലും അതേ പോയിന്റിലും അതിനെ പിന്തുണക്കുവാനാണ് CPM തയ്യാറാകുന്നത്. കേരളത്തിലുൾപ്പെടെ അതാണ്. ജാതി സംവരണത്തോടൊപ്പം സാമ്പത്തിക സംവരണവും വേണ്ടെന്നാണോ? സാമ്പത്തിക സംവരണം എന്നത് എന്തിനു വേണ്ടി? സംവരണം എന്തിനു വേണ്ടിയുള്ളൊരു ടൂളാണ്. ഏതെങ്കിലും സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനല്ലല്ലോ. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലം എന്ന് പറയുന്നത് ജാതീയമായ വിഷയമായി. പിന്നീട് അത് മാറിയെന്ന് ഞാൻ പറയില്ല, എങ്കിൽ പോലും അതിനകത്ത് പരിവർത്തനം വന്നിട്ടുണ്ട്, കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ സംവരണം കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി വേറൊരു ഘടകം അവിടെ കിടക്കുന്നില്ലേ? സാമ്പത്തികമായി കീഴെ ഉള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതും അനിവാര്യമാണല്ലോ. അല്ല, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള പദ്ധതികൾ വേറെ ഉണ്ടാകണം. സംവരണം എന്ന് പറയുന്നത് ഒരു ഏതെങ്കിലും അർത്ഥത്തിൽ സാമ്പത്തിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള ഒരു ടൂളല്ല. സംവരണം എന്ന് പറയുന്നത് ചരിത്രപരമായി പുറന്തള്ളപ്പെട്ട ജനവിഭാഗങ്ങളെ ശാക്തീകരിക്കാനും അധികാരത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരുവാനുമുള്ള ഭരണഘടന ഉറപ്പു നൽകിയ കൃത്യമായ ഒരു പദ്ധതിയാണ്. പലപ്പോഴും ഇത് ഇപ്പോൾ നമ്മൾ പറയും ഇത് ഒരുപാട് മുന്നോട്ട് പോയി എന്ന്. ജാതി സെൻസസ് ഇന്ത്യയിൽ ചർച്ചയാകുമ്പോൾ എന്തുകൊണ്ടാണ് അത് ഗൗരവത്തിൽ ആരും ഏറ്റെടുക്കാത്തത്? ഇപ്പോൾ ജാതി സെൻസസ് നടത്താൻ പോകുന്നു എന്നൊക്കെ പറയുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇവിടെ പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ വിവിധ ജനവിഭാഗങ്ങൾ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്തൊക്കെ നേടി, സംവരണീയരായ സമുദായങ്ങൾ എന്തൊക്കെ നേടി എന്നൊക്കെയുള്ള സൂക്ഷ്മമായൊരു കണക്കെടുപ്പ് കൂടിയാണല്ലോ ജാതി സെൻസസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നു അത് നമ്മളിങ്ങനെ പുറമെ പറയാണ് ഒരുപാട് നേടിയെന്ന്. അത് ഞങ്ങൾ വിലയിരുത്തുന്നത്, ഒന്ന്, അധികാരത്തിൽ, ഉദ്യോഗസ്ഥ മേഖലകളിൽ, പഠന മേഖലകളിൽ, വിഭവങ്ങളുടെ ഉടമസ്ഥാവകാശത്തിലൊന്നും ഈ ജനവിഭാഗങ്ങൾ എവിടെയും എത്തിയിട്ടില്ല. അതുകൊണ്ട്
സംവരണം എന്ന് പറയുന്ന ആ ആശയത്തെ റദ്ദ് ചെയ്യാൻ ശ്രമിക്കുന്ന അവരുടെ പക്ഷത്ത് നിൽക്കാനാണ് ഇടതുപക്ഷം അല്ലെങ്കിൽ CPM ശ്രമിച്ചത്. ഇങ്ങനെയുള്ള ഇപ്പോൾ ഭൂമിയുടെ വിഷയം, ഭൂമിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂസമരത്തിന് നേതൃത്വം കൊടുത്തൊരു പാർട്ടിയാണ് ഞങ്ങളുടേത്. ഞങ്ങളുടെ നിലപാട് സമഗ്ര ഭൂപരിഷ്കരണം ഉണ്ടാകണം എന്നത് തന്നെയാണ്. കേരളത്തിലെ ഭൂപരിഷ്കരണത്തെ ഒരു വിലയിരുത്തലിന് വിധേയമാകേണ്ട ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഭൂപരിഷ്കരണത്തിൽ LDF UDF ഒക്കെ ഒരേ വ്യത്യാസമൊന്നുമില്ല. അതിൽ നമ്മൾക്ക് ഒരു ഇടതുപക്ഷം മാത്രം, എന്തിനാണ് ഈ ഇടതുപക്ഷത്തെ മാത്രം നന്നാക്കൽ ശക്തിയായിട്ട് തുടരണം? ഇടതുപക്ഷം മാത്രമേ നന്നാവേണ്ട കാര്യമുള്ളൂ. അടുത്ത് പറയുമ്പോൾ UDF കൃത്യമായ നിലപാടുകൾ എടുത്തൊരു കക്ഷിയൊന്നുമല്ല. അതല്ല ഞാൻ പറയുന്നതല്ല. അതായത് ഇടതുപക്ഷത്തിന്റെ തുടർഭരണം കേരളത്തിൽ ഉണ്ടാക്കിയ പ്രതിസന്ധിയാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. ഇപ്പോൾ UDF നമ്മൾ വോട്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനം UDF പൊളിറ്റിക്കൽ ലൈനിൽ നിന്നുകൊണ്ടല്ല, അല്ലെങ്കിൽ പൊളിറ്റിക്സിനെ മുഴുവൻ അംഗീകരിച്ചുകൊണ്ടല്ല. LDF ഞങ്ങൾ വോട്ട് ചെയ്ത ഘട്ടത്തിലും ഞങ്ങൾ അങ്ങനെ LDF മുഴുവൻ രാഷ്ട്രീയ നിലപാടുകളും അംഗീകരിച്ചുകൊണ്ടല്ല. അത് കേരളത്തിലെ ഈ 10 വർഷത്തെ തുടർഭരണം ഉൾപ്പെടെയുള്ളതിലൂടെ കേരളത്തിന്റെ സാമൂഹ്യ ഘടനയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന BJPയുടെ സ്വാധീനത്തെയും ഈ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കാനുള്ള നീക്കങ്ങളെയും ചെറുക്കേണ്ടത് അനിവാര്യമാണ് എന്ന പൊസിഷനിൽ നിന്ന് കൊണ്ടെടുത്തൊരു നിലപാടാണ്. അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ തദ്ദേശ ഇലക്ഷൻ മുതൽ എടുക്കുകയാണെങ്കിൽ UDF പിന്തുണയ്ക്കുന്നു, ശരി, നമ്മൾ അംഗീകരിക്കുന്നു. അതോടൊപ്പം ഇപ്പം റസാഖ് പാലേരി തന്നെ പല സ്ഥലങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഏത് പാർട്ടിയുമായും BJP ഒഴികെ ഏത് പാർട്ടിയുമായും നീക്കുപോക്കുകളുണ്ട്. അതിനർത്ഥം LDF പ്രാദേശിക തലങ്ങളിൽ നീക്കുപോക്കുകൾ ഉണ്ട് എന്ന് തന്നെയാണല്ലോ. പ്രത്യേകിച്ച് പാലക്കാട് പോലെയുള്ള സ്ഥലങ്ങളിൽ അത്തരം നീക്കുപോക്കുകൾ ഉണ്ട് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു ഇരട്ടത്താപ്പല്ലേ? എന്താണ് അതൊരു ഇരട്ടത്താപ്പ്? അതിൽ ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. കേരളത്തിലെ BJP ഞങ്ങളെ രണ്ടാമത്തെ ഇലക്ഷൻ നയത്തിന്റെ പോയിന്റിലേക്കാണ് ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഒന്ന്, ഇടത് പക്ഷത്തെ തുടർഭരണം ഉണ്ടാകേണ്ടതില്ല. അതിൻ്റെ തന്നെ കാരണം ഇവിടുത്തെ സോഷ്യൽ ഫാബ്രിക്കിനെ ഒരു തുടർഭരണം ഉണ്ടാകേണ്ടിയില്ല എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അപകടകരമായ തുടർഭരണങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും ഇന്നലെയും ഇനിയൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മണ്ഡല പുനഃക്രമീകരണവുമായി ബന്ധപ്പെട്ടാണ്. അഥവാ എക്കാലത്തും BJPക്ക് തന്നെ അധികാരത്തിൽ അടയിരിക്കാൻ കഴിയും വിധമുള്ള ഒരു മണ്ഡല പുനഃക്രമീകരണത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് നടക്കുന്നത്. അഥവാ ജനാധിപത്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള അതിശക്തമായ പോരാട്ടത്തിൻ്റെ വഴിയിൽ ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിൽക്കുകയാണ്. അതിനെ വനിതാ സംവരണം എന്നൊക്കെ പറഞ്ഞിട്ട് അട്ടിമറിക്കാൻ ശ്രമിച്ചെങ്കിലും വളരെ സ്റ്റേണായ നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് അത് ലോക്സഭയിൽ പരാജയപ്പെട്ടത്. വനിതാ സംവരണത്തെയല്ല പരാജയപ്പെടുത്തിയത്, BJPയുടെ ഈ കുതന്ത്രത്തെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഈ സ്വഭാവത്തിൽ കേരളത്തിലെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെയും സൗഹാർദ്ദ അന്തരീക്ഷത്തെയും തകർക്കുന്ന സ്വഭാവത്തിൽ തുടർഭരണത്തിലൂടെ ഉണ്ടായ അന്തരീക്ഷത്തെ മറികടക്കണം. അത് മറികടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചു തോന്നുന്നത്. രണ്ടാമത്തത്, BJP വളരെ ബോധപൂർവം ചില ഡീലുകൾ ഉണ്ടാക്കി വിജയിക്കാൻ ശ്രമിക്കുന്നു എന്ന നിലക്കുള്ള ചില ചർച്ചകൾ വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണ് എന്ന റിസൾട്ട് കണ്ടാലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. തീർച്ചയായും BJP വിജയിക്കരുത് എന്ന ലൈനും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ ലൈനിൽ നിന്നുകൊണ്ടും ഞങ്ങൾ വോട്ട് വിനിയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരേ സമയം BJPയുടെ വിജയം തടയുക എന്ന ലൈനും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അവിടെയാണ് എൻ്റെ സംശയം. അതായത് നിങ്ങൾക്ക് BJP ഓക്കെ ശരി, BJP വരണ്ട എന്നുള്ള അജണ്ടയ്ക്ക് ഒപ്പം പോവുകയാണ്. അതിന് ഏത് കക്ഷികളുമായിട്ടും എന്ത് ചെയ്തും എന്താ പറയുക, പിന്തുണ പ്രഖ്യാപിക്കുക. ഒരു സ്ഥലത്ത് സംസ്ഥാന തലത്തിൽ നോക്കുമ്പോൾ UDFനൊപ്പം നിൽക്കുകയും പ്രാദേശികമായി LDFനൊപ്പം പോവുകയും ചെയ്യുന്ന ഒരു രീതി, അതിലാണ് ഇരട്ടത്താപ്പില്ലെന്ന്. അല്ല, അതിൽ ഇരട്ടത്താപ്പില്ലല്ലോ. ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടെന്താ? BJPയുടെ വർഗീയ രാഷ്ട്രീയത്തെയും വംശീയമായ വിഭജനത്തെയും വിഭാഗീയ പ്രവർത്തനങ്ങളെയും ചെറിയ അളവിൽ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് CPM മാറുകയും അവർ ഉന്നയിക്കുന്ന രാഷ്ട്രീയം കഴിഞ്ഞ 10 വർഷമായി അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ചും കഴിഞ്ഞ 5 വർഷത്തെ ഇടതു മന്ത്രിമാരുടെയും നേതാക്കന്മാരുടെയും ഒക്കെ പ്രതികരണങ്ങളിൽ നിന്ന് ഒരു ഇസ്ലാമോഫോബിയ, ഒരു മുസ്ലിം വംശീയതയ്ക്കെതിരായി നിലകൊള്ളേണ്ട സംവിധാനങ്ങൾ മറുവശത്ത് നിൽക്കുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കാണുന്നു. ഇതിനെ പ്രതിരോധിക്കുക എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും BJP ജയിക്കരുത് എന്നതിൻ്റെ കർശനമായ നിലപാടായിരിക്കുമല്ലോ. ആ നിലപാടിൽ നിന്നുകൊണ്ട് ചിലയിടങ്ങളിൽ വോട്ട് വിനിയോഗിച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഈ മതനിരപേക്ഷതയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും പാർട്ടി ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം ഉൾക്കൊള്ളുന്നു എന്നുള്ള ഒരു ആരോപണത്തെ എങ്ങനെയാണ് കാണുന്നത്? ഈ മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും
പിന്നെ ഒരു മതനിരപേക്ഷതയെക്കുറിച്ച് തന്നെ തെറ്റിദ്ധാരണകൾ പലപ്പോഴും പലർക്കും ഉണ്ടാവും. അതിപ്പോൾ ഏതെങ്കിലും കുറേ അധികം ഒരു മതത്തിൽപ്പെട്ട കുറേ അധികം ആളുകൾ ഏതെങ്കിലും പാർട്ടിയിലുണ്ടായാൽ അതൊരു മതനിരപേക്ഷതക്ക് പ്രശ്നമാണ് എന്ന ഒരു നരേറ്റീവ് എവിടെ നിന്നുണ്ടായിരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ പാർട്ടികളെയും നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടി എടുക്കുക. CPM ഏറ്റവും കൂടുതലുള്ളത് ആരാണ്? കേരള കോൺഗ്രസ്സുകളിൽ ഏറ്റവും കൂടുതലുള്ളത് ആരാണ്? പക്ഷേ ഇതൊന്നും കേരളത്തിൽ ചർച്ചയാവുകയില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ ചില മുസ്ലിം നേതാക്കന്മാർ, രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരും മറ്റുമൊക്കെ മരിക്കുമ്പോഴൊക്കെ പറയും അവർ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊണ്ടവരാണ്, മതേതരവാദികളായിരുന്നു എന്നൊക്കെ. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേരളത്തിൻ്റെ ഒരു പൊതുബോധമാണ്. അതായത് ഏതെങ്കിലും മതവിഭാഗത്തിലുള്ള ആളുകൾ ഏതെങ്കിലും പാർട്ടിയിലോ സംവിധാനത്തിലോ കൂടിയാൽ അത് മതനിരപേക്ഷതയ്ക്കും മതേതരത്വത്തിനൊക്കെ കളങ്കം ചാർത്തുന്ന ഒന്നാണ് എന്ന് ഇത് തന്നെ തിരുത്തേണ്ടതാണ്. മതനിരപേക്ഷത എന്ന് പറയുന്നത് ഒരു നിലപാടാണ്. അഥവാ വിവിധ മതവിഭാഗങ്ങളോടുള്ള സൗഹാർദ്ദത്തെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അവരുടേതായ സ്വാതന്ത്ര്യത്തെയും ഒക്കെ വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു നിലപാടാണ്. അപ്പോൾ ഈ പാർട്ടിയിൽ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഏതെങ്കിലും മതത്തിലെ വിശ്വസിക്കുന്നവരോ പേരുള്ളവരോ വർദ്ധിക്കുന്നു കുറയുന്നു എന്നതല്ല മതനിരപേക്ഷതയുടെ മാനദണ്ഡം, മറിച്ച് രാഷ്ട്രീയ നിലപാടുകളാണ്. അതിൽ ആ സ്വഭാവത്തിൽ തന്നെയാണ് അതിനെ വിലയിരുത്തേണ്ടതെന്നാണ് ഞങ്ങൾ പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമേ അല്ല വെൽഫെയർ പാർട്ടി എന്ന നറേഷൻ എന്താണ് അതിനകത്ത് പറയാനുള്ളത്? ഞങ്ങളുടെ പാർട്ടി വെൽഫെയർ പാർട്ടി ഇപ്പോൾ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളും സമുദായ നേതാക്കന്മാർ, സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ, സമര സംഘടനകൾ അവരെല്ലാം ചേർന്ന് രൂപം കൊടുത്ത ഒരു പാർട്ടിയാണ്. കേരളത്തിലും ആ സ്വഭാവത്തിൽ തന്നെയാണ് നമ്മുടെ പാർട്ടി പ്രവർത്തനം ആരംഭിച്ചതും മുന്നോട്ട് പോകുന്നതും. ഇത് എല്ലാ ജനവിഭാഗങ്ങളും സമുദായങ്ങളും ഒക്കെ ചേർന്നുണ്ടായ ഒരു മുന്നേറ്റമാണ്. അതിൽ പല ആളുകളും ലീഡേഴ്സും പ്രവർത്തകരൊക്കെ ആയിട്ടുണ്ട്. അതിനെ ആ സ്വഭാവത്തിൽ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരൊക്കെ ഈ പാർട്ടിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പല മതവിഭാഗങ്ങളിലുള്ളവരുണ്ട്. പല സംഘടനകളിൽ, സമുദായ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ ഞങ്ങളുടെ പാർട്ടിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആ സ്വഭാവത്തിലാണ് ഇതിനെ കാണുന്നത്. അതങ്ങനെ അതിനെ കാണേണ്ടതുള്ളൂ എന്നാണ് ഞങ്ങളുടെ ഒരു നിലപാട്. പല മതസംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ പല പാർട്ടികളിലും വർക്ക് ചെയ്യുന്നുണ്ട് എന്നതുപോലെ തന്നെയാണ് അതിനെ കാണേണ്ടതുള്ളൂ. പക്ഷേ അതിനെ പ്രത്യേകിച്ചൊരു കള്ളിയിലാക്കി ചർച്ചയിലേക്ക് പോകേണ്ടിയില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് ഈ പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മതരാഷ്ട്രവാദം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ എല്ലാ കാലങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. മതരാഷ്ട്രവാദം മുന്നോട്ട് വെച്ചിരുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് ഒപ്പം അല്ലെങ്കിൽ അവർ ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയിലേക്ക് വരുമ്പോൾ അത് നിങ്ങളുടെ മതനിരപേക്ഷതയുമായി എങ്ങനെയാണ് ഒത്തുപോകുന്നത്? അല്ല, അതിൽ ഞങ്ങളുടെ ഒരു 15 വർഷത്തെ വർക്ക് നിങ്ങളുടെ മുമ്പിലുണ്ട്. വെൽഫെയർ പാർട്ടി കഴിഞ്ഞ 15 വർഷമായി ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ മുമ്പിലുണ്ട്. ഞങ്ങളുടെ കേരളത്തിലെ വർക്ക് കേരളത്തിൻ്റെ എല്ലാ ജനവിഭാഗങ്ങളുടെയും അവകാശ സംരക്ഷണത്തിന് വേണ്ടിയൊക്കെയുള്ള പ്രവർത്തനങ്ങളാണ്. ഇന്ത്യയിലെ മതനിരപേക്ഷതക്ക് നിരക്കാത്ത, ഇന്ത്യയിലെ ഏതെങ്കിലും വർഗീയ സംഘർഷങ്ങൾക്കോ ആ സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങൾക്കോ പ്രോത്സാഹനം നൽകുന്ന എന്തെങ്കിലും ഒരു പ്രസ്താവനയോ പ്രവർത്തനമോ വെൽഫെയർ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് പറയേണ്ടത്. അത്തരം ഒരു ചർച്ചയിലേക്ക് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരെ, കേരളത്തിലെ മീഡിയ പ്രവർത്തകരെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. അതായത് ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഈ ഒരു വർക്ക്, ഈ ഒരു പ്രസ്താവന, ഈ ഒരു സമീപനം കേരളത്തിൻ്റെ സോഷ്യൽ ഫ്രെയിമിനെ തകർക്കുന്നതാണ് എന്ന് ആർക്കും പറയാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യം. ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സോഷ്യലിസം, ജനാധിപത്യം, ഈ പറയുന്ന മൂല്യങ്ങളുണ്ടല്ലോ, അതൊന്നും അംഗീകരിക്കാത്ത തീർത്തും മതരാഷ്ട്രവാദം മതി എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അതിലുള്ള ആളുകൾ വെൽഫെയർ പാർട്ടിയിലേക്ക് വരുമ്പോൾ അതിനൊന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണോ വിശ്വസിക്കുന്നത്? അതായത് വെൽഫെയർ പാർട്ടി ഇന്ത്യൻ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയാണ്. അതിൽ മെമ്പർഷിപ്പ് എടുത്തു വരുന്നവരെല്ലാം അതിൻ്റെ ഭരണഘടനയും അതിൻ്റെ പ്രവർത്തനങ്ങളും അംഗീകരിക്കുന്നവരാണ്. അതല്ലാത്ത ഒരാൾക്കും നമ്മൾ അംഗത്വം കൊടുക്കൂലല്ലോ. അതുകൊണ്ട് വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയവും വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തനവും തന്നെയാണ് മുമ്പിൽ വെക്കേണ്ടത്. അതിലെന്തെങ്കിലും ഒരു അപകടം ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചാൽ അതാണ് പറയേണ്ടത്. ഇത് ഉയർത്തുന്നത് CPM ആണ്, അല്ലേ?
CPM ആണ് ഇത് മുഖ്യമായും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ വിയോജിപ്പുകളുള്ളവർ അവർ ഈ സ്വഭാവത്തിലുള്ള ആരോപണങ്ങൾ പലരെക്കുറിച്ചും ഉന്നയിക്കും. അപ്പോൾ വർഗീയ പ്രസ്ഥാനമാണെന്ന് മുസ്ലിം ലീഗിനെ കുറിച്ച് ചിലർ പറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം എന്താണ്? മുസ്ലിം ലീഗിനെ കുറിച്ച് അങ്ങനെ പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഇങ്ങനെയുള്ള വിലയിരുത്തലുകളൊക്കെ രാഷ്ട്രീയമായ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാൻ വേണ്ടി പലരും പ്രയോഗിക്കുന്ന പദപ്രയോഗങ്ങളാണ്. അതിൽ കവിഞ്ഞ് അതിനെയൊന്നും ഞങ്ങൾ അങ്ങനെ കാണുന്നില്ല. ഈ വെൽഫെയർ പാർട്ടി മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നു എന്നുള്ളൊരു ആരോപണത്തെ എങ്ങനെയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഞങ്ങൾ രാഷ്ട്രീയത്തെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏത് പാർട്ടിയെക്കുറിച്ചും പറഞ്ഞൂടെ? ഉദാഹരണമായി CPM മത്സരിക്കുമ്പോൾ മതേതര വോട്ടുകൾ ഭിന്നിക്കുന്നു. ഉദാഹരണമായിട്ട് 1-ാം സ്ഥാനത്ത് UDFും 2-ാം സ്ഥാനത്ത് BJPയും. ചെറിയ വോട്ടിന് BJP പരാജയപ്പെടുന്ന ചില മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. അവിടങ്ങളിൽ മത്സരിക്കുന്ന CPMനെ നിലപാടിനെ കുറിച്ച് നിങ്ങൾ എന്താ പറയുക? യഥാർത്ഥത്തിൽ അവിടെ ഇന്ത്യ മുന്നണി ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇന്ത്യ മുന്നണി കേരളത്തിൽ ഉണ്ടാകേണ്ട ചില ഘട്ടങ്ങളുണ്ട് എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഇലക്ഷൻ അവിടെ BJP വിജയിച്ചല്ലോ. BJPയുടെ നരേന്ദ്രമോദി തന്നെ വന്ന് പറഞ്ഞത് അഹമ്മദാബാദ് വഴി ഗുജറാത്ത് പിടിച്ചതുപോലെ തിരുവനന്തപുരം വഴി കേരളം പിടിക്കുന്നൊക്കെയാണ്. അതൊക്കെ ഒരു നടക്കാത്ത സ്വപ്നങ്ങളായിട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കൂല എന്ന് അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഏത് പാർട്ടികളെക്കുറിച്ചും പറയാവുന്നതാണ്. ഇപ്പോൾ കേരളത്തിന് പുറത്ത് പലയിടങ്ങളിലും അങ്ങനെ ചെറിയ വോട്ടുകൾക്കൊക്കെ മത്സരിക്കുന്ന CPM സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടാകാറുണ്ട്. വെൽഫെയർ പാർട്ടിയെക്കുറിച്ച് എന്തിനാണ് അങ്ങനെ ഒരു ആരോപണം? ഇപ്പോൾ കേരളത്തിൽ ഞങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല. പിന്നെയും എന്തിനാണ് മത്സരിക്കേണ്ട? പിന്തുണ നിങ്ങളുടെ വോട്ട് ഷെയർ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് തദ്ദേശ ഇലക്ഷനിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് അല്ലേ? 56 എനിക്ക് തോന്നുന്നു 56 സീറ്റിൽ നിന്ന് 78 സീറ്റിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ? വെൽഫെയർ പാർട്ടി അത്ര എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പിന്നെ നിങ്ങൾക്ക് സ്വന്തമായി വെൽഫെയർ പാർട്ടിക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ? ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് 2 കൃത്യമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഒന്ന്, തുടർഭരണം അവസാനിക്കണം. അതേപോലെ തന്നെ BJPക്ക് ഒരിക്കലും കേരള നിയമസഭയിലേക്ക് ഇടം കിട്ടരുത്. അഥവാ BJPയുടെ രാഷ്ട്രീയത്തെയും നിങ്ങൾക്ക് സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തിയത് കൊണ്ട് എന്താണ് ഇത്രയും കൂടിയ ഒരു സാഹചര്യത്തിൽ അങ്ങനെ തെരഞ്ഞെടുപ്പിനെ അനലൈസ് ചെയ്ത് വോട്ട് ബാങ്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ആദ്യനോട് ചോദിച്ചത് ഏതായിരുന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിച്ചിരുന്നു. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരത്തെക്കാൾ ഉപരി കേരളത്തിലെ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മത്സരിക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. അതിനനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചു. ആ സ്വഭാവത്തിലുള്ള ഒരു വർക്കും കേരളത്തിൽ ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. നേരത്തെ ചോദിച്ചതിനോട് കൂട്ടിച്ചേർത്ത് ചോദിക്കുകയാണ്, ഇപ്പം വെൽഫെയർ പാർട്ടിയുടെ ഒരു പ്രവർത്തനത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പങ്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അതിന്റെ പാർട്ടിയുടെ മുന്നോട്ട് പോക്കിന് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് എന്ത് തടസ്സം ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നില്ല. ഞങ്ങളുടേതായ ഒരു വർക്കിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോവാണ്. ഞങ്ങളുടെ ആശയങ്ങൾ, ഞങ്ങളുടെ പോരാട്ടങ്ങൾ, ഞങ്ങളുടെ മുദ്രാവാക്യങ്ങൾ, അതിൽ കേരളത്തിലെ ജനസമൂഹം അതിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം പല അളവിൽ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സമൂഹങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഭൂമിയുടെ രാഷ്ട്രീയം ഞങ്ങൾ രൂപീകരിക്കപ്പെട്ട ശേഷം വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയമാണ്. ഇപ്പോൾ 2-ാം ഭൂപരിഷ്കരണം എന്നത് ഞങ്ങൾ മുന്നോട്ട് വെച്ചൊരു കാഴ്ചപ്പാടാണ്. അതിനിടയിലാണ് ഇവിടെ വിവിധ കമ്പനികളും കുത്തകകളും കയ്യേറിയ 5.5 ലക്ഷം ഏക്കറോളം ഭൂമി വിവിധ കുത്തകകളുടെ കയ്യിലുണ്ട് എന്ന് കണ്ടെത്തിയത്. രാജമാണിക്യം IASന്റെ നേതൃത്വത്തിലുള്ളൊരു കമ്മിറ്റി. ഞങ്ങളുടെ നിരന്തര സമരം കൂടി അത്തരമൊരു കമ്മിറ്റി രൂപീകരിക്കപ്പെടാൻ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് അതുണ്ടായത്. അദ്ദേഹം നേതൃത്വം കൊടുത്ത് പഠനം നടത്തിക്കൊണ്ടാണ് ആ റിപ്പോർട്ട് പുറത്തു വന്നത്. അഥവാ ഈ ഭൂമിയുടെ രാഷ്ട്രീയം അഥവാ ഒരു 2-ാം ഭൂപരിഷ്കരണം എന്നൊരു കാഴ്ചപ്പാടിനെ ശക്തമായി ഉന്നയിച്ചപ്പോൾ ഈ ഭൂമി 5.5 ലക്ഷം ഏക്കർ ഭൂമി തിരിച്ചു പിടിക്കണം എന്ന നിലപാടിലേക്ക് കേരളം എത്തുകയും ചില കമ്മീഷനുകൾ വരികയും ചെയ്തു. കഴിഞ്ഞ LDFന്റെ പ്രകടന പത്രികയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന നിലപാടുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ആ ഒരു രാഷ്ട്രീയത്തെ കേരളത്തിലെ മുന്നണികളും പാർട്ടികളും ഏറ്റെടുത്തിട്ടുണ്ട്. ഉദാഹരണമായി ഇവിടുത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ രാഷ്ട്രീയം, സംവരണത്തിന് വേണ്ടിയുള്ള
പോരാട്ടങ്ങൾ, ഇത്തരം ചില വിഷയങ്ങളാണ് ഞങ്ങൾ സജീവമായി ഉന്നയിച്ചുകൊണ്ടിരുന്നത്. പല അളവിൽ പല രീതിയിൽ ഇത്തരം വിഷയങ്ങളുടെ സ്വാധീനം കേരളത്തിലെ സാമൂഹ്യ മണ്ഡലത്തിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ യു ഡി എഫിനൊപ്പം നിന്നാൽ മാറ്റം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണല്ലോ ഞങ്ങൾ യു ഡി എഫിൻ്റെ ഘടകകക്ഷിയാകാത്തത്. ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു പൊളിറ്റിക്സ് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. ഈ ആശയങ്ങൾക്ക് ശക്തി ഉണ്ടാകണം. ഇപ്പോൾ നമ്മൾ ആലോചിച്ചു, നമ്മൾ പറയാം കേരളം ഒരുപാട് മാറിയെന്നാണ്. ഇപ്പോൾ നിതിൻ രാജിൻ്റെ ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസം അവരുടെ വീട്ടിൽ പോയിരുന്നു. വളരെ ദുഃഖകരമായൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഒരു വാടക വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അയൽവാസികളും 3 മക്കളാണ്. അയൽവാസികളും സുഹൃത്തുക്കളൊക്കെ പറയാണ് ഈ മകൻ വളരെ ഉഷാറായിരുന്നു, പഠനമധ്യ ആ കുഞ്ഞിൻ്റെ വല്ലാത്തൊരാഗ്രഹമായിരുന്നു, വീട്ടിൽ വന്നാൽ പോലും പഠിക്കുക വായിക്കുക എന്നത് മാത്രമായിരുന്നു ആ രീതി. ആ കുട്ടിയെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? ഇതാണ് കേരളത്തിലെ പ്രബുദ്ധ കേരളത്തിൽ വരെ ഉള്ളതെങ്കിൽ എവിടെയാണ് കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാനവും രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഗുണഫലവും ഒക്കെ എന്ന് വിലയിരുത്തുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് വല്ലാതെയൊന്നും കേരളവും മാറിയിട്ടില്ല.